ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മീറ്ററിങ്ങിനെ പറ്റിയും മീറ്ററിങ് മോഡ്സിനെ പറ്റിയാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീറ്ററിങ് മോഡ്സ് എന്താണെന്നും ഏതൊക്കെ സിറ്റുവേഷൻസിൽ ഏത് മോഡ്സ് യൂസ് ചെയ്യണം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ എന്താണ് മീറ്ററിങ്? നമ്മളിപ്പോൾ ഒരു DSLR ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഓട്ടോയിലിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ക്യാമറ തന്നെയാണ് ഷട്ടർ സ്പീഡും എപ്പേർച്ചറും ISO ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാമറ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പുറത്തുള്ള ലൈറ്റിനനുസരിച്ചാണ്. അപ്പോൾ ഈ പുറത്തുള്ള ലൈറ്റ് ക്യാമറ അളക്കാൻ വേണ്ടി ഒരു ലൈറ്റ് മീറ്റർ യൂസ് ചെയ്യും, ഒരു സെൻസർ യൂസ് ചെയ്യും. ആ അളക്കുന്നതിൻ്റെ പേര്, ആ മീറ്റർ ചെയ്യുന്നതിൻ്റെ പേരാണ് എക്സ്പോഷർ മീറ്ററിങ്, അല്ലെങ്കിൽ വെറും മീറ്ററിങ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ലൈറ്റ് മീറ്ററിങ് എന്നും പറയാം. അപ്പോൾ സിംപ്ലിസിറ്റിക്ക് നമുക്ക് മീറ്ററിങ് തന്നെ പറയാം. അപ്പോൾ അതാണ് മീറ്ററിങ്. അപ്പോൾ ഇനി കുറേ ടൈപ്പ് മീറ്ററിങ് ഉണ്ട്. അത് ആ ഓരോ ടൈപ്പ് അല്ലെങ്കിൽ ആ ഓരോ മോഡ്സിൽ നമ്മൾ ഇടുന്നതിനനുസരിച്ച് ക്യാമറ പുറത്തുള്ള ലൈറ്റിനെ മെഷർ ചെയ്യുന്ന ടെക്നിക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീറ്ററിങ് മോഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തൊക്കെ ടൈപ്സാണ് മീറ്ററിങ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് 3 ടൈപ്പ് മീറ്ററിങ് മോഡ്സ് ആണുള്ളത്. ഇതിൻ്റെയൊക്കെ പേര് ക്യാമറ ബ്രാൻഡ് മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് കാനൺ ക്യാമറയുടെയും നിക്കോൺ ക്യാമറയുടെയും പറയാം, കാരണം അത് രണ്ടുമാണ് ഇവിടെ എല്ലാവരും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നിക്കോണിൽ ഫസ്റ്റ് ടൈപ്പ് മീറ്ററിംഗ് എന്ന് പറയുന്നത് മെട്രിക്സ് മീറ്ററിംഗ് ആണ്. അതിൽ ക്യാനണിന് അതേ ഇക്വലൻ്റ് ആയിട്ടുള്ള ചെയ്യുന്നതിൻ്റെ പേര് ഇവാലുവേറ്റീവ് മീറ്ററിംഗ് എന്നാണ്. അതായത് ക്യാമറ മെഷർ ചെയ്യുമ്പോൾ, അതായത് ലൈറ്റ് മെഷർ ചെയ്യുമ്പോൾ, ഫ്രെയിമിലുള്ള ലൈറ്റ് മെഷർ ചെയ്യുമ്പോൾ ക്യാമറ ആദ്യം ഫ്രെയിമിനെ 4 മുറിക്കും. ഈ 4 മുറിച്ചിട്ട് ഈ 4 പീസുകളിലും ഉള്ള ലൈറ്റ് ക്യാമറ മെഷർ ചെയ്ത് എല്ലാത്തിൻ്റെയും കൂടെ ഒരു ആവറേജ് ലൈറ്റ് എത്രയാണെന്ന് ക്യാമറ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് അതായിരിക്കും നമുക്ക് ഫോട്ടോയിൽ വേണ്ട ഒരു ആവറേജ് ലൈറ്റ് എന്ന് ക്യാമറ കണ്ടുപിടിക്കുന്നതിനാണ് മെട്രിക്സ് മീറ്ററിങ് അല്ലെങ്കിൽ ഇവാലുവേറ്റീവ് മീറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ എന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബാക്കിൽ ബ്രൈറ്റാണ്, എൻ്റെ മുഖത്ത് അത്രയും ലൈറ്റ് ഇല്ല, ബാക്കിലുള്ള അത്രയും ബ്രൈറ്റ്നസ് ഇല്ല. അപ്പോൾ മെട്രിക്സ് മീറ്ററിങ്ങിൽ ഇട്ടതുകൊണ്ട് ക്യാമറ ബാക്കിലുള്ളതും മെഷർ ചെയ്യും, എൻ്റെ മുഖവും മെഷർ ചെയ്യും, അതേപോലെ തന്നെ ഈ ഭാഗവും ഇവിടെ കുറേ കൂടെ ഡാർക്കാണ്. ഇതെല്ലാം മെഷർ ചെയ്ത് എല്ലാ സ്ഥലത്തും ഒരേപോലെ ലൈറ്റ് വരുന്ന, ഒരേ എക്സ്പോഷർ വാല്യൂ കിട്ടുന്നത് പോലെ, അതായത് എല്ലാ ഭാഗവും എക്സ്പോസ്ഡ് ആയി കാണണം, ആ രീതിയിൽ കിട്ടുന്ന പോലത്തെ ഒരു ബ്രൈറ്റ്നസ് വാല്യൂ ക്യാമറ സെലക്ട് ചെയ്യും. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ മെട്രിക്സ് മീറ്ററിങ് യൂസ് ചെയ്യേണ്ടത്. അത് നിക്കോണിലുള്ള പേരാണ്. കാനണിലാണെങ്കിൽ ഇവാലുവേറ്റീവ് മീറ്ററിങ് എന്ന് പറയും. രണ്ടാമത്തെ ടൈപ്പ് സ്പോട്ട് മീറ്ററിങ് ആണ്. സ്പോട്ട് മീറ്ററിങ് എന്ന് പറയുന്നത് ആ പേരിലുള്ളത് പോലെ തന്നെ ക്യാമറ സെൻറ്റർ ഫ്രെയിമിലുള്ള ഈ ഒരു സെൻറ്റർ പോയിന്റ് മാത്രമാണ് മീറ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ സെൻറ്ററിലാണ് നിൽക്കുന്നതെങ്കിൽ സ്പോട്ട് മീറ്ററിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ ക്യാമറ എൻ്റെ മുഖത്ത് വരുന്ന ലൈറ്റ് മാത്രമേ കറക്റ്റാക്കാൻ ശ്രമിക്കുള്ളൂ. എൻ്റെ മുഖത്ത് അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു പോയിന്റിലുള്ള ലൈറ്റ് മാത്രമേ കറക്റ്റാക്കാൻ ശ്രമിക്കുള്ളൂ. അപ്പോൾ ഈ മീറ്ററിങ് ഇടേണ്ട എപ്പോഴാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഒരാളെ ഫോട്ടോ എടുക്കണം, പക്ഷേ ബാക്കിലൊക്കെ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ നിൽക്കുന്ന ആളെ മുഖത്ത് വരുന്ന ലൈറ്റ് കറക്റ്റ് ലൈറ്റ് ആയിരിക്കണം എന്ന് നമുക്കുണ്ടെങ്കിൽ സ്പോട്ട് മീറ്ററിങ് ഇട്ടിട്ട് അയാളുടെ സെൻറ്റർ പോയിന്റ് എവിടെ വെച്ചാൽ അയാൾ നിർത്തിയിട്ട് ആ ഭാഗത്തുള്ള ലൈറ്റ് കറക്റ്റാക്കി ഫോട്ടോ എടുക്കുക. മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ സ്പോട്ട് മീറ്ററിങ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കാനൺ ക്യാമറയിലും നിക്കോൺ ക്യാമറയിലും സ്പോട്ട് മീറ്ററിങ് തന്നെയാണ് പറയുന്നത്, പേര് ഡിഫറൻസ് ഇല്ല. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് മീറ്ററിങ് എന്ന് പറയുന്നത് സെൻറ്റർ വെയ്റ്റഡ് മീറ്ററിങ് ആണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പോട്ട് മീറ്ററിങ്ങായിട്ട് സാമ്യമുണ്ട്, പക്ഷേ സ്പോട്ട് മീറ്ററിങ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റ പോയിന്റ് മാത്രമേ നോട്ട് ചെയ്യുള്ളൂ, സെൻറ്ററിലുള്ള പോയിന്റ് മാത്രം. പക്ഷേ സെൻറ്റർ വെയ്റ്റഡ് മീറ്ററിങ് എന്ന് പറയുമ്പോൾ സെൻറ്ററിലുള്ള പോയിന്റും അതിൻ്റെ ചുറ്റുവട്ടത്തും കുറച്ച് ഏരിയ കൂടെ ക്യാമറ നോക്കും. അതായത് ഇപ്പോൾ ഇവിടെയാണ് സെൻറ്റർ എങ്കിൽ ക്യാമറ ഒരു ഇത്രയും ഭാഗം മെഷർ ചെയ്യും, മറ്റേത് അതൊരു പോയിന്റ് മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ സ്പോട്ട് മീറ്ററിങ്ങിൽ. അപ്പോൾ സെൻറ്റർ വെയ്റ്റഡ് ഇടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച്, അതായത് ഇപ്പോൾ ചെറിയൊരു ഒബ്ജക്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പോട്ട് മീറ്ററിങ് ഉണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു ഈ ഡിസ്റ്റൻസിലൊക്കെ നിൽക്കുമ്പോൾ ആളെ മുഖത്ത് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഒരു പോയിന്റ് തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഈ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ സെൻറ്റർ വെയ്റ്റഡ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാമറ ഇത്രയും ഭാഗം മെഷർ ചെയ്യും. അപ്പോൾ ഇത്രയും ഭാഗം മെഷർ ചെയ്യുമ്പോൾ ബാക്കിലുള്ള ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയ കൂടെ ക്യാമറ കണക്കിലെടുക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അത് യൂസ് ചെയ്യരുത്. അപ്പോൾ ആൾ അടുത്തിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അടുത്തുള്ള ഒരു സബ്ജക്റ്റിനെ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് സെൻറ്റർ വെയ്റ്റഡ് യൂസ് ചെയ്യാം. കാരണം അപ്പോൾ ഈ ഒരു ഭാഗം വന്നാലും എൻ്റെ മുഖം മാത്രമേ ആ സെൻറ്റർ പോർഷനിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങൾ എടുക്കുന്ന ഫോട്ടോയ്ക്ക് അനുസരിച്ച്, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി ഈ മോഡുകൾ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം. ഇനി ഒരു മോഡ് കൂടി ഉണ്ട്, ഇത് കാനൺ ക്യാമറയിൽ മാത്രമേ ഉള്ളൂ, പാർഷ്യൽ മീറ്ററിങ് എന്ന് പറയും. ഇത് ഒരു കണക്കിന് സെൻറ്റർ വെയ്റ്റഡ് മീറ്ററിങ് പോലെ തന്നെയാണ്. ഒരു കണക്കിന് ഇപ്പോൾ സെൻറ്റർ വെയ്റ്റഡിൻ്റെയും
സ്പോട്ട് മീറ്ററിങ്ങിൻ്റെ ഇടയിലുള്ള ഒരു ടൈപ്പ് മീറ്ററിംഗ് എന്ന് പറയാം. സെൻട്രൽ വെയിറ്റിൻ്റെ അത്രയും ഏരിയ എടുക്കില്ല, അതേസമയം സ്പോട്ട് മീറ്ററിങ്ങിൻ്റെ പോലെ അത്രയും ചെറിയ ഏരിയ അല്ല എടുക്കുക. ഫ്രെയിമിൻ്റെ 6.2% ആണ് എടുക്കുക എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞത്രയും മനസ്സിലാവുന്നുണ്ടെങ്കിൽ താഴെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്നിട്ട് തിരിച്ചൊന്ന് ബാക്കിയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മോഡൊക്കെ പഠിച്ചു, എന്ത് മോഡാണ്, ഏത് മോഡാണ്, എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. പക്ഷേ ഇതെങ്ങനെയാണ് മോഡ് ഇട്ടിട്ട് ലൈറ്റ് കറക്റ്റ് ആക്കുക എന്നുള്ളത് ഇവിടെ ഞാൻ പറയാം. നമ്മളെ ക്യാമറയിൽ ഒരു മീറ്റർ ഉണ്ടാവും, അതായത് +3 തൊട്ട് -3 വരെ, അല്ലെങ്കിൽ കാനൺ ക്യാമറയാണെങ്കിൽ +3 തൊട്ട് -3 വരെ, നിക്കോൺ ക്യാമറകളാണെങ്കിൽ നമ്പേഴ്സ് ഉണ്ടാവില്ല, ജസ്റ്റ് ഇങ്ങനെ ലൈൻസ് ഉണ്ടാവുള്ളൂ, സെൻറ്ററിൽ 0 ഉണ്ടാവും. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ മീറ്റർ കാണിക്കേണ്ടത് 0 0 എന്ന് വെച്ചാൽ കറക്റ്റ് എക്സ്പോഷർ എന്നാണ് അർത്ഥം. അപ്പോൾ ക്യാമറ ഈ മീറ്റർ കാണിക്കുന്നത് ഒരു 3 വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ മെട്രിക്സ് മീറ്ററിങ്ങിൽ ഇട്ടു, മെട്രിക്സ് മീറ്ററിങ്ങിൽ ഇട്ടതിന് ശേഷം മാനുവൽ മോഡിലാണ് ഫോട്ടോ എടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ക്യാമറ കാണിക്കുകയാണ് +3 വര കാണിക്കുന്നത്, ആ മീറ്ററിലുള്ള ലൈൻ +3 കാണിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ +3 കാണിക്കുന്നതിൻ്റെ അർത്ഥം 3 സ്റ്റോപ്പ് കൂടുതലാണ് ലൈറ്റ്. അപ്പോൾ 3 സ്റ്റോപ്പ് ലൈറ്റ് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ആ 3 സ്റ്റോപ്പ് കുറയ്ക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യാം, ഒന്നുകിൽ ഷട്ടർ സ്പീഡ് കൂട്ടുക, അല്ലെങ്കിൽ അപ്പർച്ചർ കുറയ്ക്കുക, അല്ലെങ്കിൽ ISO കുറയ്ക്കുക. അത് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം. അതേസമയം -3 ക്യാമറ കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം 3 സ്റ്റോപ്പ് അണ്ടർ എക്സ്പോസ്ഡ് ആണെന്നാണ് ക്യാമറ പറയുന്നത്. അപ്പോൾ 3 സ്റ്റോപ്പ് ലൈറ്റ് നമ്മൾ കൂട്ടണം, ക്യാമറ എക്സ്പോഷറിൽ കൂട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒന്നുകിൽ ഷട്ടർ സ്പീഡ് കുറയ്ക്കാം, അല്ലെങ്കിൽ ISO കൂട്ടാം, അല്ലെങ്കിൽ നമുക്ക് അപ്പർച്ചർ വലുതാക്കാം. ഓക്കെ, അപ്പോൾ ഈ മീറ്ററിൽ കാണിക്കുന്ന കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 0 എന്ന വാല്യൂ ക്യാമറ കാണിക്കുന്നത് ഈ മോഡുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ മെട്രിക്സ് മീറ്ററിങ്ങിൽ ഇട്ടിട്ട് 0 കാണിക്കുന്ന അതേ സെറ്റിങ്സിൽ നമ്മൾ ചിലപ്പോൾ മോഡ് മാറ്റി സ്പോട്ട് മീറ്ററിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 0 ആയിരിക്കില്ല കാണിക്കുക. അപ്പോൾ ക്യാമറ ഒരു പോയിന്റ് മാത്രമാണല്ലോ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ എപ്പോഴും മാനുവലിട്ട് എടുക്കുമ്പോഴും ഈ മീറ്ററിംഗ് മോഡ് ഏതാണെന്ന് ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് വേണം നിങ്ങൾ ഫ്രെയിം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും മെട്രിക്സ് മീറ്ററിങ് ഇടുന്നതാണ് ഒരു കണക്കിന് നല്ലത്. മറ്റേ സ്പോട്ട് മീറ്ററിങ് സെൻട്രൽ മീറ്ററൊക്കെ വല്ലപ്പോഴേ ആവശ്യം വരുള്ളൂ. അപ്പോൾ സ്ഥിരമായി മെട്രിക്സ് മീറ്ററിങ് ഇടുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നതിനുപരി നല്ലൊരു പുതിയൊരു നോളജ് കിട്ടി എന്ന് അറിയാനാണ് എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് നോളജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരും. പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും ഇത് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. പിന്നെ ഞാനെടുത്ത ഫോട്ടോസ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ പേര് എപ്പർട്ടർസോ ഫോട്ടോസ് എന്നാണ്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് വേണമെങ്കിൽ അത് കയറി കാണാം, വേണമെങ്കിൽ അതിലും ഫോളോ ചെയ്യാം. പിന്നെ അത്രയേ ഉള്ളൂ. ഇനിയിപ്പം സീ യു നെക്സ്റ്റ് ടൈം.